ഹലോ ഗൈസ്, വെൽക്കം ടു അനി ഡ്രീമീസ് ചാനൽ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് അട്ടപ്പാടി കാര എന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെ പറമ്പുണ്ട് ഗൈസ്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് ഗൈസ്. അപ്പോൾ ഞാൻ അത് വീഡിയോ ആക്കി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് വാഴക്കൃഷിയാണ് കേട്ടോ. നേന്ത്രം കൃഷിയാണ്, നേന്ത്രം വാഴ കൃഷിയാണ്. ഈ ഭാഗത്ത് മൊത്തം നേന്ത്രം വാഴ കൃഷിയാണ് കേട്ടോ. ഇനി കുറച്ച് അപ്പുറത്ത് പോയാൽ അവിടെ റോബസ്റ്റ് വാഴക്കൃഷിയുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കുരുമുളകും കാപ്പി പിന്നെ റംബൂട്ടാൻ മരങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡിലൊക്കെ ഏലക്ക കൃഷിയാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പുറത്ത് പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ കവുങ്ങും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ജാതിക്ക പിന്നെ റംബൂട്ടാൻ എല്ലാം ഉണ്ട് കേട്ടോ. ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് മരമുണ്ട്, നാരങ്ങ, ഓറഞ്ച് എല്ലാം ഉണ്ട് ഇതിൽ. ഇതാണ് റംബൂട്ടാൻ. പുറത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഏലക്ക കൃഷിയുള്ളത്. അപ്പോൾ ഏലക്കൊക്കെ നല്ലോണം പൂവെടുത്ത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും മൂപ്പായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോന്ന് മൂത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ നോക്കുകയാണേ. അപ്പോൾ ഒന്ന് രണ്ടൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ചെടിയിലും നോക്കി പറിച്ചെടുക്കണം ഇതുപോലെ. എന്നിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഒന്ന് ഉണക്കിയിട്ട് എടുത്ത് വയ്ക്കാം. നല്ലോണം പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ. അപ്പോൾ ഹസ്ബൻഡാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ കൊടുത്തതാണ് ഫോണ്. നല്ല പൂവൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് കാണാൻ തന്നെ നല്ല ഒരു ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഇറങ്ങുള്ളൂ, കണ്ടില്ലേ? ഓരോന്ന് ഞാൻ പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണേ. അവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്തൊക്കെ വന്ന് ഭയങ്കര വെയിലാണേ. അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പും തണലല്ലേ, നല്ല രസമായിരുന്നു. കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഏലക്ക കേട്ടോ. ഇതാണ് അതിൻ്റെ പൂവ്, കണ്ടില്ലേ? നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഏലക്കൊക്കെ പറിച്ചെടുത്തിട്ട് ഞങ്ങൾ അപ്പുറത്ത് പോവുകയാണ്. ഇനി വാഴക്കൃഷിയൊക്കെ ഉണ്ട് താഴെ, അവിടെയും കൂടെ പോകണം. എല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവരെല്ലാം അപ്പുറത്ത് നിന്ന് കാണാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് നിന്ന് വീഡിയോ എടുക്കാമായിരുന്നു ഗൈസ്, കണ്ടില്ലേ? അവിടെ വണ്ടി നിർത്തിയിട്ടാണ് വന്നിരിക്കണേ. ഇവിടെ കുറച്ച് കവുങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്ലാവ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതൊക്കെ നനയ്ക്കണമെങ്കിൽ താഴെ കുളം ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് മോട്ടർ അടിച്ചിട്ടാണ് ഇതൊക്കെ ചെടികളൊക്കെ നനയ്ക്കുന്നത്. നമ്മൾ ഇവിടെ എല്ലാം കറങ്ങുമ്പോഴത്തേക്കും മടുക്കും ഗൈസ്. രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല വിശപ്പായിരിക്കും കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇറങ്ങുമ്പോൾ 12 മണി 1 മണിയൊക്കെ ആവും. അപ്പോൾ ഇത് നേന്ത്രം കായാണ് കേട്ടോ. അത് കായ്ച്ചിട്ടുണ്ട് അപ്പുറത്ത്. ഒക്കെ മൂപ്പായിട്ട് വേണം പറിച്ചു കൊണ്ടുപോകാൻ. അപ്പോൾ ഞാൻ കുറച്ച് ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും മൂത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 മാസമൊക്കെ എടുക്കും ഗൈസ്. ഒരു വിധം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ച് വിട്ടു. ഇതൊക്കെ കാപ്പിയാണ് കേട്ടോ. കാപ്പി, കുരുമുളക്, വാഴ അതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് അപ്പുറത്ത് നോക്കാൻ പോവുകയാണ് ഗൈസ്. അവിടെയൊക്കെ ഒന്ന് കറങ്ങി. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ലെങ്ത്ത് കൂടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അധികം ഉൾപ്പെടുത്താത്തത്. അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇവിടെ മൊത്തം റോബസ്റ്റ് വാഴയാണ്, മൊത്തം റോബസ്റ്റാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇവിടെ നല്ല തണലുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വാഴയുടെ ചോട്ടിൽ വന്ന് നിന്നു കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു, കണ്ടില്ലേ? പൂവ് എടുത്തിരിക്കുന്ന നല്ല വലിപ്പമുള്ള ഒരു പൂവാണ് കേട്ടോ. ഇത് കണ്ടില്ലേ? അപ്പം ഞാൻ വെയിലല്ലേ, അപ്പോൾ തണലുണ്ടായിരുന്നു. ആ വാഴച്ചോട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് കറങ്ങി കറങ്ങി മടുത്തു കേട്ടോ. കയ്യും കാലൊക്കെ കുഴയാൻ തുടങ്ങി. അപ്പോൾ അവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, നല്ല വെള്ളം കേട്ടോ അവിടെ അട്ടപ്പാടിയിൽ. അപ്പോൾ അവിടെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിൽക്കായിരുന്നു. ഇതാണ് റോബസ്റ്റ് വാഴ കേട്ടോ. അധികം മൂപ്പൊന്നും ആയിട്ടില്ല, അപ്പോഴാണ് പിഞ്ചെടുത്തിരിക്കുന്നത്, കണ്ടില്ലേ?
ചില വാഴയിലൊക്കെ പൂവെടുത്തിട്ടുണ്ട്, പിന്നെ ചിലത് നല്ല പിഞ്ചുണ്ട്, ചിലത് പകുതി മൂപ്പായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് നല്ല മൂപ്പാണെങ്കിൽ കൊണ്ടുപോകാറുണ്ട്. നോക്കിയിട്ട് നമ്മൾ വീട്ടാവശ്യത്തിന് വന്ന് എടുത്തിട്ട് പോകാറുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ എല്ലാം റൗണ്ട് അടിച്ച് കറങ്ങുമ്പോഴത്തേക്ക് മടുക്കും കേട്ടോ. അങ്ങനെ എല്ലാവരും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ്, കണ്ടില്ലേ, നല്ല വെയിലാണ്. അപ്പോൾ എല്ലാവരും കുറച്ച് കയറ്റമൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെ എല്ലാവരും അവിടെ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ എല്ലാ വീഡിയോ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. കരയിൽ കുറച്ച് അപ്പുറത്ത് പോയാൽ കതിരമ്പതി എന്ന സ്ഥലം വരും. അവിടെ നമ്മുടെ പറമ്പുണ്ട് കേട്ടോ. അവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നേരെ അപ്പുറത്തെ സ്ഥലത്തും കൂടെ ഒന്ന് പോയിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകണം. അപ്പോൾ തന്നെ സമയം 10-11 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലുണ്ട്, കണ്ടില്ലേ. ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അപ്പുറത്ത് പറമ്പും കൂടെ കാണാൻ പോവുകയാണ്. അട്ടപ്പാടി സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ കുറേ വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ പറമ്പൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഗ്രാമ്പു മരം. അത് നല്ലോണം പൂവ് എടുത്തിട്ടുണ്ട്. ഇനി അത് ആയിട്ടില്ല ഗൈസ്, നല്ല പൂവ് മാത്രം എടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം മാവും പൂവ് എടുത്തിട്ടുണ്ട്. ഈ വർഷം 2026 എന്തോരം പൂവാണെന്നറിയാം ഓരോ മാവിലെടുത്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അവർക്കൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാം റൗണ്ട് അടിച്ച് അങ്ങനെ കറങ്ങി എല്ലാം കണ്ട് നേരെ ഇപ്പോൾ നിൽക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ അപ്പുറത്ത് മുണ്ടമ്പാറ എന്ന സ്ഥലത്താണ് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല ഭംഗിയാണ്. റിസോർട്ടിൻ്റെ അടുത്താണ് നമ്മുടെ പറമ്പും ഉള്ളത് കേട്ടോ. എന്നാലും മരത്തിൻ്റെ ഇടയിലൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതൊരു തരം പൂവാണ്, നല്ല ഒരു ഭംഗി ഉണ്ടായിരുന്നു, മുല്ലപ്പൂ പോലെ നല്ല മണമുണ്ട് കേട്ടോ. ഈ പൂവിൻ്റെ പേര് അറിയുകയാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. നല്ല മണമുള്ള ഒരു പൂവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതായത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്, കണ്ടില്ലേ, നല്ല രസം, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഇനി കടയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ പറഞ്ഞിട്ട് ഉച്ചയ്ക്ക്. അപ്പോൾ എല്ലാവരും കൂടെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.